ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നും ഇവിടുന്ന് എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. അല്ലേ? അതായത് എന്താ ജോലി, എന്താ പണി, ഇത്ര വയസ്സായില്ലേ, ജോലി ആയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. അതായത് നമ്മൾ 20 വയസ്സിൻ്റെ ഒക്കെ ശേഷം എത്ര ഇനി കുടുംബക്കാരായാലും നാട്ടുകാരായാലും ഉണ്ടാവും. ഇങ്ങനെ നടന്നാൽ മതിയോ, 10-12 വയസ്സായില്ലേ, എന്തെങ്കിലും ജോലിക്ക് പോകണ്ടേ. ആ സമയത്ത് നമ്മളിങ്ങനെ നമ്മളോട് തന്നെ പറയും ഇവിടുന്ന് എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലൊക്കെ രക്ഷപ്പെട്ടാൽ മതി, എന്ത് പണിയാൻ വേണ്ടി എടുക്കും എന്നൊക്കെ പറയാണ്ട്. പക്ഷെ നമ്മളാ രക്ഷപ്പെടുന്നത്, നമ്മളാ ശപിച്ചുകൊണ്ട് ഇറങ്ങുന്നത് എങ്ങോട്ടറിയോ, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കംഫർട്ട് സോണെന്ന്. അല്ലേ? നമ്മളെ വീടും വീട്ടുകാരാണ് നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ. അതേപോലെ തന്നെ കുറച്ച് ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളൊക്കെ ഉണ്ടാവും. അതായത് നമ്മളൊരു ജോലിയൊക്കെ ആവശ്യമായിട്ട് പുറത്ത് പോകുമ്പോൾ സമയത്താണ് നമുക്കറിയാം നമ്മളെ വീട്ടിലെ ഫുഡിൻ്റെയും നമ്മളാ റൂമിൻ്റെ ഒക്കെ കംഫർട്ട് സോണ്. അല്ലേ? അങ്ങനെ എത്ര നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഏതൊക്കെ ലോകത്തിൻ്റെ കോണിലെത്തി കഴിഞ്ഞാലും ആ വീടും അതൊക്കെ തന്നെയാണ് എൻ്റെ റബ്ബേ ലൈഫിലെ ഏറ്റവും വലിയത്. വൺസ് എ പ്രവാസി ഓൾവേസ് എ പ്രവാസി എന്നുള്ളത് പറയാം. അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എത്തുമോ ഇല്ലയോ ഒന്നും അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ആളുകളാണ് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് സ്വന്തം പാരൻസിനൊക്കെ കാണാതെ, അതായത് അവരുടെ മരണത്തിൻ്റെ സമയത്ത് പോലും നമുക്ക് എത്താൻ പറ്റില്ലല്ലേ പല ആളുകൾക്കും. അങ്ങനെ ലൈഫ്